ഈ കാണുന്ന പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകളുടെയും ഉത്തരം ബിഗ് ബാങ് എന്നായിരിക്കും. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രപഞ്ചത്തിന്റെ അവസാനത്തെപ്പറ്റി നിരവധി തിയറികൾ ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ സാധ്യതകളുള്ള 3 തിയറികളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തേതാണ് ദ ബിഗ് ക്രഞ്ച്. ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ കാരണം ഡാർക്ക് എനർജിയാണ്. ഈ ഡാർക്ക് എനർജി ഉള്ളതുകൊണ്ടാണ് ഗ്രാവിറ്റി ഉണ്ടായിട്ടും പ്രപഞ്ചം വികസിക്കുന്നത്. 1929 എഡ്വിൻ ഹബിളാണ് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത്. പിന്നീട് 1998 ഇതിന് പിന്നിൽ ഡാർക്ക് എനർജിയാണെന്ന് മനസ്സിലായത്. ബിഗ് ക്രഞ്ച് തിയറിയിൽ പറയുന്നത് ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഡാർക്ക് എനർജി വീക്ക് ആവുകയും പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷന്റെ സ്പീഡ് കുറയുകയും പിന്നീട് പ്രപഞ്ചം വികസിക്കുന്നത് നിൽക്കുകയും അവസാനം ഗ്രാവിറ്റി മൂലം അത് ചുരുങ്ങുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഗാലക്സികളുടെ നടുക്കുള്ള ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ ചേരുകയും അവ വലിയൊരു ബ്ലാക്ക് ഹോളായി മാറുകയും ബാക്കി വന്ന നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും അത് വലിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ പ്രപഞ്ചത്തിന്റെ മൊത്തം മാസുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലുപ്പമുള്ള ഒരു ബ്ലാക്ക് ഹോളായി അത് മാറും. പിന്നീട് ഈ വലിയ ബ്ലാക്ക് ഹോളിനും ബിഗ് ക്രഞ്ച് സംഭവിക്കുകയും അതൊരൊറ്റ പോയിന്റിൽ സിംഗുലാരിറ്റിയിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. ഈ തിയറിയുടെ കൂടെ പറയുന്ന മറ്റൊരു തിയറിയാണ് ദ ബിഗ് ബൗൺസ്. ഇതിൽ പറയുന്നത് പ്രപഞ്ചം ഇങ്ങനെ ഒറ്റ പോയിന്റിലേക്ക് ചുരുങ്ങുമ്പോൾ അവിടെ പിന്നെയും ഒരു ബിഗ് ബാങ് സംഭവിക്കുമെന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് പ്രതിഭാസവും ഇങ്ങനെ സൈക്കിൾ പോലെ നടക്കും. അടുത്ത തിയറിയാണ് ദ ബിഗ് ഫ്രീസ്. ഹീറ്റ് ഡെത്ത് എന്നും ഈ തിയറിയെ പറയും. ഈ തിയറിയിൽ പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ പ്രപഞ്ചത്തിന്റെ ചൂട് മുഴുവൻ നഷ്ടപ്പെട്ട് അങ്ങനെ എനർജി ഇല്ലാതെ പ്രപഞ്ചം നശിക്കുമെന്നാണ്. ഈ തിയറിയെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എൻട്രോപ്പി. എൻട്രോപ്പി എന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ എല്ലായിടത്തും ഊർജ്ജം ഒരുപോലെ ആയിരിക്കണമെന്ന പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഈ എൻട്രോപ്പിക്ക് ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒരു റൂമിൽ വെച്ചാൽ അവിടുത്തെ എൻട്രോപ്പി ലോ ആണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ ചൂടുവെള്ളം തണുത്ത് പതിയെ റൂം ടെമ്പറേച്ചറിന്റെ അത്രയുമാകും. അപ്പോൾ അവിടുത്തെ എൻട്രോപ്പി എന്നത് മാക്സിമം ആണ്. ഈ പ്രതിഭാസം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിരന്തരമായി നടക്കുന്നുണ്ട്. മറ്റ് തിയറികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഈ ബിഗ് ഫ്രീസ്. ആദ്യം പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന നെബുലയിലെ ഊർജ്ജം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ പുതിയ നക്ഷത്രങ്ങളൊന്നും ഉണ്ടാകില്ല. ബാക്കിയുള്ള നക്ഷത്രങ്ങൾ കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ നശിച്ചു പോകും. പിന്നീടുള്ള ബ്ലാക്ക് ഹോൾസ് ആയാലും ഹോക്കിംഗ് റേഡിയേഷൻ മൂലം കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നശിക്കും. അങ്ങനെ പ്രപഞ്ചം അതിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തും. മൂന്നാമത്തെ തിയറിയാണ് ദ ബിഗ് റിപ്പ്. ഈ തിയറിയിൽ പറയുന്നത് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ വേഗത കാലക്രമേണ കൂടുകയും ഗ്രാവിറ്റിക്ക് ഗാലക്സിയെയും അതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ പിടിച്ചു നിർത്താൻ സാധിക്കാതെ വരികയും അവ തമ്മിൽ അകന്നകന്ന് അവസാനം അതിലെ ഓരോ ആറ്റങ്ങൾ തമ്മിൽ വരെ അകന്ന് ലാസ്റ്റ് ആറ്റത്തിലെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും വരെ അകന്നു പോകും. അങ്ങനെ ഒരു വസ്തു പോലും ഇനി കൂട്ടിയിടിക്കാത്ത വിധത്തിൽ എല്ലാതും തമ്മിൽ അകലും. അങ്ങനെ പ്രപഞ്ചം അതിന്റെ അവസാനത്തിലേക്ക് എത്തും. ഇതിലേത് തിയറിയാണ് നടക്കാൻ സാധ്യത? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക.